نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട LSS നമ്മളെ പ്രിയപ്പെട്ട ചക്കര മക്കൾക്കും LSSന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? LSSന്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും റെഡിയായി നിൽക്കണോ? ഇന്നത്തെ ലൈവ് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലൈവ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും ലൈവ് നമ്മൾ ഇടുന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവരും എൻ്റെ മക്കൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് സെറ്റായി നിൽക്കുകയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അങ്ങോട്ട് കൂടുതൽ ലേഖൊന്നും അടുപ്പിക്കാതെ നേരെ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ്. റെഡി അല്ലേ നിങ്ങൾ? LSS ഈസ് അവർ ഡ്രീം എന്ന് പറയുന്ന ആ ഒരു കാര്യം എൻ്റെ എല്ലാ മക്കളുടെയും മനസ്സിലുണ്ടല്ലോ. LSS ഈസ് അവർ ഡ്രീം. LSS നമ്മൾ നേടിയിരിക്കും. അത് ഉറപ്പാണ്. LSS എന്ന് പറയുന്നത് നമുക്കുള്ളതാണ് അല്ലേ? അപ്പൊ നമ്മൾ നേരെ ചോദ്യങ്ങളിലേക്ക് പോവാണ്. ചോദ്യങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇവിടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ലൈവ് കമന്റിൽ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അല്ലാത്ത കുട്ടികൾക്ക് ഒന്നും കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന്റെ താഴെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ടൊന്നും നിങ്ങൾക്ക് ചോദ്യപേപ്പർ കാര്യങ്ങളൊന്നും കാണിച്ചു തരുന്നില്ല. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ചോദ്യപേപ്പറിന്റെ PDF കാര്യങ്ങളൊക്കെ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇടുന്നത്. അതൊക്കെ കണ്ട് സെറ്റായിട്ട് പവറായിട്ട് പരീക്ഷ എഴുതിയിട്ട് അടിപൊളിയായിട്ട് LSS വാങ്ങണം. നമുക്ക് വേണ്ടേ? LSSന്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ചെറിയ മാർക്കൊന്നും നമുക്ക് വേണ്ട. ചെറിയ മാർക്ക് നമുക്ക് വേണ്ട. ഫുൾ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. നേരെ നമ്മൾ പോവാണ്. എങ്ങോട്ടേക്കാ പോകുന്നത്? നേരെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകണം. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സബ്സ്ക്രൈബ്, പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതേപോലെ വാട്സപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കയറുക, അടിപൊളിയാക്കുക. റെഡി. ഇന്നും നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഒന്നാമതായിട്ട് മലയാളത്തിന്റെ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. നേരെ നമ്മൾ പോവാണ് ചോദ്യങ്ങളിലേക്ക്. ഇവിടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള കമന്റ് ബോക്സ് ആണ്. നേരെ പോവാണ്. താഴെ കൊടുത്തിരിക്കുന്ന 2 കവിതാ ശകലങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാർക്കും, സ്നേഹം താൻ ജീവിതം, ശ്രീമൻ സ്നേഹ വ്യാഹതി തന്നെ മരണം, സ്നേഹിക്കയുണ്ണീ നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും, ദ്രോഹം ദ്വേഷത്തെ നീക്കിടാ, സ്നേഹം നീക്കിടുമോർക്ക നീ. ഈ 2 കവിതയിലെയും പ്രധാന ആശയം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന 2 കവിതാശകലങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ 2 കവിതയിലെയും പ്രധാന ആശയം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ 2 കവിതയും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ സ്നേഹം എന്നുള്ളൊരു വാക്ക് മാത്രമേ ഉള്ളൂ. സ്നേഹം അല്ലെ? അപ്പൊ ഈ ഒരു 2 കവിതയിലും പ്രധാന ആശയം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സ്നേഹമാണ്. ഉത്തരം എഴുതിയിട്ടുണ്ടോ? ശരിയായ ഒരു ഫയർ ഇട്ടോളൂ. ശരിയായവര് ഒരു ഫയർ ഇട്ടോളൂ. നേരെ പോവാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. വ്യാഹതി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഇവിടെ വ്യാഹതി എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു വ്യാഹതി എന്ന പദത്തിന്റെ അർത്ഥം എന്ത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ആ അർത്ഥം നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? എന്താണ് വ്യാഹതി? എവിടെ നോക്കൂ, വ്യാഹതി തന്നെ മരണം എന്ന് പറയുന്നുണ്ട്. ഇന്നലെ ആരൊക്കെയോ കമന്റ് ഇട്ടിട്ടുണ്ട്, സാറേ
ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചോളി, ചോദിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ ഉത്തരം പറയാനുള്ള ഒരു സമയം നിങ്ങൾ തരണം അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഉത്തരം എഴുതാനുള്ള സമയം തരുന്നുണ്ട്. ഏതായാലും നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ഉത്തരം തരാൻ ഒരുപാട് സമയം തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന എന്തൊക്കെയോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കഥകളൊക്കെ കുറെ അങ്ങോട്ട് പറയും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാം. എഴുതിക്കൂടെ? ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഹതി. എന്താ ചോദിച്ചിരിക്കുന്നത്? വ്യാഹതി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? വ്യാഹതി, വ്യാഹതി, വ്യാഹതി. വ്യാഹതി എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഷേധം അല്ലെങ്കിൽ തടസ്സം എന്നുള്ളതാണ്. നിഷേധം അല്ലെങ്കിൽ തടസ്സം എന്നുള്ളതാണ് വ്യാഹതി എന്ന പദത്തിന്റെ അർത്ഥം. അടുത്തൊരു ചോദ്യം ചോദിച്ചത് അതിനൊക്കെ ഓരോ മാർക്കുകളാണ്. അടുത്ത ചോദ്യത്തിന് നമ്മളോട് 3 മാർക്കാണ്. 3 മാർക്കിന്റെ ചോദ്യമാണ് അടുത്തതിന് നമ്മളോട് ചോദിച്ചത്. എങ്ങനെയുണ്ട് എൻ്റെ ഇവിടെയുള്ള പാപ്പായിനെ കാണാൻ? എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഇത് അടിപൊളിയല്ലേ? അധികം മുന്തിക്കണ്ടേ? അധികം മുന്തിക്കണ്ട. ഓക്കെ, റെഡി. നേരെ നമ്മൾ പോവാണ്. മുകളിൽ കൊടുത്ത 2 കവിതയും താരതമ്യപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. ഒരു കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണോ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്, കവിതയിലെ ആശയം എന്താണോ ആ സാധനം പിടിച്ചിട്ട് നമ്മൾ കുറിപ്പ് തയ്യാറാക്കണം. വേണ്ടേ? അല്ലാണ്ട് സ്നേഹത്തിനെ പറ്റി പറഞ്ഞിട്ട് അപ്പുറത്തെ പീടികയിൽ ജിലേബി തിന്നുന്ന അപ്പൊ പുതിയ സംഭവം ഉണ്ട്. അതായത് മീനുകളെ നീന്താൻ പഠിപ്പിക്കുന്നു, അതേപോലെ തന്നെ ജിലേബിയുടെ കെട്ടഴിച്ച് കൊടുക്കുന്നു, പൊട്ടിയ പാറ കൂട്ടി ഒട്ടിച്ച് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ കണ്ടിട്ടില്ല? നിങ്ങൾ ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് എടുത്തു നോക്കാൻ കേട്ടോ. ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ കമന്റിൽ ഉണ്ടാവും. അതായത് മീനുകളെ നീന്താൻ പഠിപ്പിച്ചു കൊടുക്കുക, അണ്ണാനെ മരം കയറ്റം പഠിപ്പിക്കുക, ഒച്ചയില്ലാതെ കാട് വെട്ടി കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറെ കമന്റുകൾ കാണും. ഇപ്പൊ അങ്ങനെയാണ്. വാട്സപ്പിന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ഒക്കെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ ഫുള്ള് ബിസിനസ്സുകാരാണ്. ബിസിനസ്സുകാരോട് ബിസിനസ്സുകാർ. ഒരു രസമാണല്ലേ അത്? അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ അല്ലേ. അപ്പൊ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറന്നു ഷമീൽ തറോ. ഓക്കെ, റെഡി. എൻ്റെ കൂടെ അത് പറയാം. നേരെ നമ്മൾ പോവാണ്. അപ്പൊ ഈ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ ആശയം, സ്നേഹത്തിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അതിനെ പറ്റിയിട്ട് നന്നായിട്ട് എഴുതണം. വേണ്ടേ? സ്വന്തം ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ തെറ്റില്ലാതെ. അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മഴ എന്നെഴുതും മയ എന്നെഴുതാൻ പാടില്ല. പോയിരുന്നു എന്നെഴുതുന്നത് പേയിരുന്നു എന്നായി പോകരുത്. തെറ്റില്ലാതെ, അക്ഷരത്തെറ്റില്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കണം? നമ്മൾ എഴുതാൻ വേണ്ടി പഠിക്കണം. എന്തെഴുതാൻ വേണ്ടി പഠിക്കണം? എന്തെഴുതാൻ വേണ്ടി പഠിക്കണം? കുറിപ്പ് എഴുതാൻ വേണ്ടി പഠിക്കണം. വേണ്ടേ? ഓക്കെ, റെഡി. നമ്മൾ നേരെ അടുത്തതിലേക്ക് പോവാണ്. വിശപ്പ് എന്ന കഥ ആരാണ് എഴുതിയത്? വേഗം എഴുതിക്കോ. എനിക്ക് തോന്നുന്നു ഇത് 2ാമത്തെ ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യം ഇതേ ചോദ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതിൽ ഇതേ ചോദ്യം വന്നിട്ടുണ്ട്. വിശപ്പ് എന്ന കഥ ആരെഴുതിയതാണ്? ഒട്ടകത്തെ തട്ടിക്കോ തൊട്ടിക്കോ വേഗം എഴുതിക്കോ. വിശപ്പ് എന്ന കഥ എഴുതിയത് ആരാണ്? നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയും. നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയും. ഡോക്ടർ. ഇനിയിപ്പോ എല്ലാവർക്കും അറിയാം. ഡോക്ടർ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയാം. ഡോക്ടർ കെ ശ്രീകുമാറാണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? ഡോക്ടർ കെ ശ്രീകുമാറാണ് വിശപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കഥ എഴുതിയിട്ടുള്ളത്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ചെറുശ്ശേരി എൻ്റെ ഗുരുനാഥൻ, കുഞ്ഞുണ്ണി മാഷ്, പഴമൊഴി പത്തായം. അടുത്തതോ ONV കുറുപ്പ് കല്യാണ സൗഗന്ധികം, സുഗതകുമാരി അക്ഷരം. ഇതിൽ ശരിയായത് ഒന്നുകൂടെ വായിക്കാം. ഓപ്ഷൻ എ ചെറുശ്ശേരി എൻ്റെ ഗുരുനാഥൻ, കുഞ്ഞുണ്ണി മാഷി പഴമൊഴി പത്തായം, ONV കുറുപ്പ് കല്യാണ സൗഗന്ധികം, സുഗതകുമാരി അക്ഷരം. ഇതിൽ ഏതാണ് ശരിയായത്? ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എഴുതി കൊടുക്കാം. ശരിയായത് ഏതാണ്? വേഗം പറഞ്ഞോളൂ. ഇതിൽ ശരിയായത് മണിക്കുട്ടി ഓടി തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ ശരിയായത് എന്ന് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുണ്ണി മാഷ് പഴമൊഴി പത്തായമാണ്. പഴമൊഴി പത്തായം. അങ്ങനെയുള്ള പാട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ എന്തൊരു ചെങ്ങായികളെ പാട്ടൊക്കെ പഠിച്ചു. റെഡി. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാം. ഇന്ന് കൊടുവള്ളിയിൽ അറബിക്കിന്റെ അൽമാഹിർ ടെസ്റ്റ് പരീക്ഷ നടന്നിട്ടുണ്ടായി. ഇന്ന് കൊടുവള്ളിയിൽ അൽമാഹിർ ടെസ്റ്റ് പരീക്ഷ നടക്കാൻ ഞാൻ പെടുന്ന സമയത്ത് ഞാൻ അവിടെ പോയപ്പോൾ അവിടെ കുറേ കുട്ടികളുണ്ടായിനെ. ഞാൻ പക്ഷേ എന്തോ ഒരു തിരക്കിലായിരുന്നു. എനിക്ക് അത് കഴിഞ്ഞ് കോഴിക്കോട് അത്യാവശ്യമായിട്ട് എത്തേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തിരക്കിൽ കുറേ കുട്ടികളൊക്കെ വന്ന് സാറേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൈയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കാനോട് വിട്ടു. ആ തിരക്കിൽ എനിക്ക് കോഴിക്കോട് എത്തേണ്ട ഒരു തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുട്ടികളോടൊക്കെ ഒന്ന് കൂടുതലായിട്ട്
എനിക്ക് അങ്ങോട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ എല്ലാവരോടും സോറി പറയാണ് കേട്ടോ, തിരക്കായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും മക്കളെയൊക്കെ കാണുമ്പോൾ ഞാൻ മക്കളോട് അങ്ങോട്ട് വാ നമുക്കൊരു ഫോട്ടോ എടുക്കാലോ അതിന് കൂട്ടിയിട്ട് എന്തെങ്കിലും മക്കളോട് സെൽഫി ഒക്കെ എടുത്ത് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും പോസ്റ്റ് ചെയ്യും, നമ്മുടെ വാട്സപ്പിലെ ആ ഒരു സ്റ്റാറ്റസിലും എന്തായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടുന്നതായിരുന്നു. ഇന്ന് എന്തോ ആ തിരക്കൊണ്ട് വിട്ടുപോയി, സോറി കേട്ടോ. നമുക്ക് അടുത്ത പ്രാവശ്യമൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് റെഡിയാക്കാം. ആരൊക്കെയോ വന്ന് LSS ക്ലാസ് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഭയങ്കര സന്തോഷമായിരുന്നു മക്കളെ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ഒരു സോറി പറയാൻ കേട്ടോ. ഓക്കെ റെഡി. അപ്പൊ നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഒട്ടകത്തെ തട്ടിക്കോ അതല്ല ചോദ്യം വരുന്നത്. കൂട്ടത്തിൽ ചേരാത്ത പക്ഷി ഏത്? അങ്ങനല്ല. കൂട്ടത്തിൽ ചേരാത്ത പദം ഏത്? പക്ഷിയല്ല. കൂട്ടത്തിൽ ചേരാത്ത പക്ഷി ഏതാ? കുയിലാണോ? കുയിലിന്റെ ഒരു സ്വഭാവം എന്താ? വൃത്തിയുടെ ഒരു സ്വഭാവം. കുയിലിന്റെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കന്റെ കൂട്ട് പോവുക, എന്നിട്ട് ആടെ മുട്ട ഇട്ട് വെക്കുക, എന്നിട്ട് കാക്ക രാത്രി വന്നിട്ട് കാക്കയും കുയിലും കൂടി കച്ചറ. ഓ എന്തൊരു കച്ചറയാ പഠിച്ചോണേ, പറയണ്ട. പെരും കച്ചറയായിരിക്കും കുയിലും കാക്കയും അല്ലേ? തന്നെ കാക്ക ഇത് ആ സ്ഥലം കൂടി എന്താ സംഭവം ഉണ്ടാകുക? കാക്ക വിചാരിക്കും പാവം കാക്കന്റെ മുട്ടയായി വിചാരിച്ചിട്ട് വിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും എന്ത് കുയിലിന്റെ മുട്ട. പിന്നെ എന്താ ചെയ്യുക? കുയിലിന്റെ മക്കളായിരിക്കൂലേ, കാക്കപ്പിളിങ്ങായി പോവില്ലേ? അങ്ങനെയൊക്കെ ഉള്ള ഓരോ സംഭവങ്ങളാണ്. കൂട്ടത്തിൽ ചേരാത്ത പക്ഷീനെ പറഞ്ഞതാ. കൂട്ടത്തിൽ ചേരാത്ത പദം ഏത്? കൂട്ടത്തിൽ ചേരാത്ത പദം പുഷ്പം, ഹിമം, കുസുമം, മലർ. മലരേ നിന്നെ കാണാതിരുന്ന അങ്ങനെ ഒരു പാട്ടില്ലേനോ? പോട്ടെ. പുഷ്പം, ഹിമം, കുസുമം, മലർ മിസ്. പുഷ്പം, ഹിമം, കുസുമം, മലർ. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഏതാണ്? മലർ മിസ് ചെയ്യാൻ മറ്റേ പ്രേമം സിനിമയിലെ മിസ്സിന്റെ കഥ പറഞ്ഞാണ്, വേറെ ഏത് മലർ മിസ്സിന്റെ കഥ പറഞ്ഞല്ല. പുഷ്പം, ഹിമം, കുസുമം, മലർ. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? എന്നെ തെറ്റിദ്ധരിക്കരുത്. പുഷ്പം, ഹിമം, കുസുമം, മലർ. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? വേഗം പറഞ്ഞോളൂ. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? എന്നിട്ട് നമുക്ക് മീനുകളെ നീന്തം പഠിപ്പിക്കാൻ പോകാനുണ്ട്. റെഡി? നേരെ നോക്കൂ, ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? വേഗം പറഞ്ഞോളൂ. പുഷ്പമുണ്ട്, ഹിമമുണ്ട്, കുസുമമുണ്ട്, മലറുണ്ട്. കുസുമം, ഹേയ് കുസുമം, എന്തൊക്കെയാണ്? സുഖമാണോ കുസുമം? ഇതിലേതാ? ഇത് കൂട്ടത്തിൽ പെടാത്തത് ഹിമമാണ്. കൂട്ടത്തിൽ പെടാത്തത് ഓക്കെയാണോ? സെറ്റ് ആണോ? പവർ ആണെങ്കിൽ കത്തിക്കട. നമ്മുടെ കമന്റ് ബോക്സ് ആക്റ്റീവ് ആണെങ്കിൽ കത്തിക്ക്. നിങ്ങൾ അവിടെ ഫയർ ഇട്ട് നിങ്ങൾ തീ വരട്ടെ. തീയിട്ട് ഇങ്ങനെ ഓടിക്ക് കമന്റ് ബോക്സ് മൊത്തം കത്തിച്ചാമ്പനാകട്ടെ. കഴിഞ്ഞ പരിപാടി പെരിന്തൽമണ്ണയിൽ ഒരു പരിപാടി നടത്തിയത്. അതിന് നമ്മൾ മറ്റേ ഡാബ്സി വന്നിട്ട് കത്തിക്കാൻ പറഞ്ഞു എല്ലാവരോടും. അടിച്ച് പൊളിക്കും. നാട്ടുകാരൊക്കെ വന്നിട്ട് ഫുള്ള് അടിച്ച് പൊളിച്ചതാ കേട്ടോ. അതുപോലെയല്ല കേട്ടോ, നമ്മുടെ കമന്റ് ബോക്സ് കത്തിക്കാനാ പറഞ്ഞത്. കമന്റ് ബോക്സ് കത്തിക്ക്. ഓക്കെ റെഡി? അതേപോലെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. 5ാമത്തെ ചോദ്യം. നനയാതെ പ്ലസ് എന്ന് പ്ലസ് ഓതി ഇവ ചേർത്തെഴുതിയാൽ വരുന്ന പദം ഏത്? നനയാതെ പ്ലസ് എന്ന് പ്ലസ് ഓതി ഇവ ചേർത്തെഴുതിയാൽ വരുന്ന പദം ഏത്? നനയാതെ പ്ലസ് എന്ന്. കണ്ണട അയച്ചിട്ട് കണ്ണ് കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നനയാതെ പ്ലസ് എന്ന് പ്ലസ് ഓതി ഇവ ചേർത്തെഴുതിയാൽ വരുന്ന പദം ഏത്? നനയാതെ പ്ലസ് എന്ന് പ്ലസ് ഓതി പ്ലസ് ഇല്ല, ഓതി ഇവ ചേർത്തെഴുതിയാൽ വരുന്ന പദം ഏത്? വേഗം എഴുതിക്കോളൂ. കൂടുതൽ സമയം നമുക്കില്ല. വേഗം എഴുതിക്കോളൂ. നനയാതെന്നോതി. ഓക്കെ റെഡി? നേരെ നമ്മൾ അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്. ഇതിന്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടോ? ചില ആൾക്കാർ, ഞാൻ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ കൗണ്ട് ഡൗൺ ഇടാറുണ്ട്. അപ്പൊ ചില ആൾക്കാരൊക്കെ വന്നിട്ട് പേടിപ്പിക്കല്ലേ സാറേ, എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനു പേടിക്കുന്നത്? നിങ്ങൾ ആരെയും വന്നിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ടോ? ഞാൻ കൗണ്ട് ഡൗൺ ഇട്ടതിന് ശേഷം നിങ്ങൾ എന്തിനാ പേടിക്കേണ്ട ആവശ്യം? അതെന്തിനാ കൗണ്ട് ഡൗൺ ഇടുന്നത്? ഈ 24 ദിവസം ഇനിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടും അത് ബോധമില്ലാതെ, അത് അറിയാതെ, അത് മൈൻഡ് വെക്കാതെ, അതിനൊരു കൂസലും ഇല്ലാതെ, പരീക്ഷയ്ക്ക് ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ LSS എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന കുറെ കുട്ടികളുണ്ട്, കുറെ ആൾക്കാരുണ്ട്. എനിക്കറിയാം, ഒരു ബോധവുമില്ല. ഇനി എപ്പാണ് നമുക്ക് ബോധം വരിക? നിങ്ങൾ പറഞ്ഞു എപ്പാ നമുക്ക് ബോധം വരിക?
24 ദിവസം മാത്രമേ മുമ്പിലുള്ളൂ. ഈ 24 ദിവസം നമ്മൾ നന്നായിട്ട് മെനക്കെട്ടാൽ വരുന്ന സാധനം എന്താ? LSS ആ നമുക്ക് വരുന്നത്. LSS അത് നമ്മൾ വാങ്ങിയിരിക്കും, നമുക്കുള്ളതാണത്. ഇത് വെറുതെ ഞാൻ ഇങ്ങനെ ഡയലോഗ് അടിച്ച് പോകുന്നതല്ല. നമ്മൾ പണിയെടുത്താൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നും ഈ ലോകത്തില്ല. ഈ ലോകത്ത് ഈ ഭൂമിയും ആകാശത്തിന്റെ ഇടയിൽ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് വേണമെന്ന് നമുക്ക് ഡ്രീം നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം 100 അല്ല 110% ഉറപ്പാണ്. ഞാൻ എഴുതി ഒപ്പിട്ടേരാ നിങ്ങൾക്ക് കേട്ടോ. അപ്പോ ഈ ഒരു കുറെ ആൾക്കാരുണ്ട്. ഇനി ഇവർക്കൊക്കെ ഇപ്പൊ ബോധം വരും. ഞാനത് ആലോചിക്കുന്നത്, പഠിച്ചോനെ എന്താണ് മക്കളെ, എന്താണ് ഇപ്പൊ ആരെങ്കിലും ഇന്ന് വീഡിയോ കാണുന്നുണ്ടോ? ഇന്ന് മുതൽ അങ്ങോട്ട് പഠിക്കുക. നിങ്ങളെ കൂട്ടുകാരോടൊക്കെ പഠിക്കുക മക്കളെ, പഠിക്കുക. LSS ഇരിക്കുക എന്ന് തന്നെ പറഞ്ഞ അത്ര ഒരു ഗോൾഡൻ ചാൻസ് ആണ്. എന്ത് പ്രതീക്ഷയാടാ നിങ്ങളെ സ്കൂളിലെ ടീച്ചർമാർ അവർക്ക് എന്ത് പ്രതീക്ഷയാണെന്നറിയോ? നിങ്ങൾ ആ ഒരു LSS നേടാൻ വേണ്ടിയിട്ട് നിങ്ങളെ വീട്ടിലെ അമ്മ, നിങ്ങളെ വീട്ടിലെ അച്ഛൻ, നിങ്ങളെ വീട്ടിലെ കുടുംബക്കാർ, നിങ്ങളെ മറ്റുള്ള ആളുകൾ, ഇവർക്കൊക്കെ എന്തൊരു സന്തോഷം ഉണ്ടാവും അറിയാം നിങ്ങൾ ഈ LSS നേടൂ എന്നുള്ളത് അറിയുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യണം? അതിനു വേണ്ടി പണിയെടുക്കണം, അതിനു വേണ്ടി പഠിക്കണം, അതിനു വേണ്ടി തയ്യാറാവണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ നിങ്ങൾ അത് ചെയ്യണം, അത് ചെയ്തിരിക്കണം. അത് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടൂ. അല്ലാണ്ട് വെറുതെ LSS ഈസ് മൈ ഡ്രീം എന്ന് പറഞ്ഞ് ചുമരിന്റെ മുകളിൽ മുഴുവൻ അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് LSS കിട്ടൂല. ഓക്കെ റെഡി? അടുത്ത ചോദ്യത്തിൽ നമ്മൾ പോവാണ്. പ്രാചീന കവിത്രയത്തിൽപ്പെടാത്ത കവിയേത്? ചെറുശ്ശേരി, ഒളപ്പമണ്ണ, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ഇതിൽ പ്രാചീന കവിത്രയത്തിൽപ്പെടാത്ത കവിയേത്? ചെറുശ്ശേരി, ഒളപ്പമണ്ണ, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ഇതിൽ ആരാണ് പ്രാചീന കവിത്രയത്തിൽപ്പെടാത്ത കവി? പറഞ്ഞു. ഉത്തരം എഴുതിക്കോളൂ. നിങ്ങളോടല്ല കേട്ടോ, ഇവിടെ പറഞ്ഞത്. ഇവിടെ തന്നെ ഇങ്ങനെ കളിയാക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തതാ. ഓക്കെ, ഇതിലേതാന്ന് പറഞ്ഞോളൂ. പ്രാചീന കവിത്രയത്തിൽപ്പെടാത്ത കവി ഏത്? പറയുമ്പോ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോളൂ. എനിക്കറിയോ പ്രാചീന കവിത്രയത്തിൽപ്പെടാത്ത കവി ഏത്? വെറുതെ ഡാൻസ് കളിച്ചിട്ട് ഒരു കാര്യമുണ്ട്. ഒളപ്പമണ്ണ. ആരാണ്? ഒളപ്പമണ്ണ. ഓക്കെ, നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. റൈറ്റ് എ മീനിങ് വേർഡ് ഫ്രം ദ ഗിവൺ ലെറ്റേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ്. അത് ഇംഗ്ലീഷ് ആണല്ലോ. ഇതുവരെ മലയാളം, ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് നമുക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് കൊണ്ടുള്ള കളിയാണ്. റൈറ്റ് എ മീനിങ് ഫുൾ വേർഡ് ഫ്രം ദ ഗിവൺ ലെറ്റേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ്. ലെറ്റർ എഴുതി വെച്ചോളൂ. അല്ലാണ്ട് ലെറ്റർ എഴുതി വെച്ചാൽ വായുവിൽ ഇങ്ങനെ വായിച്ചിട്ട് കാര്യം. ലെറ്റർ എഴുതി വെച്ചോ. പറഞ്ഞുതരാം. HYELSTINTA. വല്ലതും മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. HYELSTINTA. എന്നൊക്കെ പറഞ്ഞ് തിരിയേണ്ടിട്ട് പറയാട്ടോ. എന്റെ ചിലപ്പോ കറക്റ്റ് ഒന്നും അങ്ങനെ ആയിരിക്കില്ല. HYELSTINTA. പറഞ്ഞോളൂ. അത് വരുന്നത് എന്താണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്? കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് എന്താണ്? പിങ്കാള started walking dash towards the palace with the empty pot. അതിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ ഡാഷ് ഉള്ള സ്ഥലത്താണ് നമുക്ക് ഇത് എഴുതി കൊടുക്കേണ്ടത്. ഹെസിറ്റന്റ്ലി എന്നാണ് വരുന്നത്. ഉത്തരം എഴുതി എല്ലാവർക്കും ഒരു ബിഗ് ക്ലാപ്പ് തന്നെയാണ്. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ആൻസർ ദ റിഡിൽ. ഒരു റിഡിലാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ആൻസർ ദ റിഡിലേക്ക് നമ്മൾ ആൻസർ ദ റിഡിൽ. I am a 5-letter word. The king put me on his head. I started with letter C and ഒന്നുമില്ല. Who am I? ഞാൻ ആരാണ്? ഉത്തരം അറിയോ? I am a 5-letter word. കിരീടം. അതിന്റെ ഇംഗ്ലീഷ് എന്താണ്? കിരീടത്തിന് ഇംഗ്ലീഷ് എന്താണ്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. പറഞ്ഞോളൂ. എന്റെ മക്കളെല്ലാവരും പറഞ്ഞോളൂ ഉത്തരം. ക്രൗൺ. അല്ലെ? അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഫൈൻഡ് ദ ഓഡ് വൺ. ഓഡ് വണ്ണിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സീഡ്, പ്ലാന്റ്, വാട്ടർ, ട്രീ. ഇതിൽ ഏതാണ് ഓഡ് വൺ? സീഡ്, പ്ലാന്റ്, വാട്ടർ, ട്രീ. ഇതിൽ ഏതാണ് ഓഡ് വൺ? കിട്ടുവോ? ഒച്ചത് പറയും.
വാട്ടർ 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 കണ്ണിപ്പാത്ത അനുലകത്തില് അങ്ങനല്ലേ. ഓക്കെ റെഡി. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിത്ത് ദ മീനിങ് ഹാപ്പി. നോക്കൂ, റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ആൻഡ് find out the word with the meaning happy. Pingala's father became delighted when he saw his son as the crown prince. Pingala's father became delighted when he saw his son as crown prince. ഹാപ്പി ഹാപ്പി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിത്ത് ദ മീനിങ് ഹാപ്പി. ഹാപ്പി ഏതാണ്? ഡിലൈറ്റഡ്. ഏതാണ് വരുന്നത് ഉത്തരം? ഡിലൈറ്റഡ്. അത് എനിക്കൊരു മോട്ടിവേഷൻ വരാൻ വേണ്ടിയിട്ട്. റെഡി. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. റീ അറേഞ്ച് ദ ഗിവൺ വേർഡ്സ് ടു മേക്ക് എ മീനിങ്ഫുൾ സെന്റൻസ്. Rearrange the given words to make a meaningful sentence. അതൊക്കെ നമ്മൾ തയ്യാറാക്കും എല്ലാം. Took, off, he, great, seed, care, he. The. ഒന്നുകൂടെ. Took, off, he, great, seed, care, the. ഒന്നുകൂടെ. Took, off, he, great, seed, care, the. ഇതെങ്ങനെയാണ് നമ്മളൊരു മീനിങ് ഫുൾ വേർഡ് ആക്കുന്നത്, അല്ല മീനിങ് ഫുൾ സെന്റൻസ് ആക്കുന്നത്? എങ്ങനെയാണ്? വേഗം അറേഞ്ച് ചെയ്തോളൂ, വേഗം അറേഞ്ച് ചെയ്തോളൂ. വേഗം 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 അറേഞ്ച് ചെയ്തുകൊള്ളൂ, അറേഞ്ച് ചെയ്തുകൊള്ളൂ. എങ്ങനെയാണത് വരുന്നത്? He took great care of the seed. അല്ലേ? ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതൊക്കെ, അല്ലേ? നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങളാണ്. അപ്പൊ എഴുതിയവർക്ക് എല്ലാവർക്കും ഒരു ബ്രിക്ക്. നേരെ പോവുകയാണ്, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ നോക്കട്ടെ. ചൂസ് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്. ഇപ്പൊ ബ്രാക്കറ്റിൽ നമുക്ക് ഇറ്റ് തന്നിട്ടുണ്ട്, ഷീ തന്നിട്ടുണ്ട്, ഹെർ തന്നിട്ടുണ്ട്, ഹിം തന്നിട്ടുണ്ട്. എന്തൊക്കെയാ തന്നത്? ഒന്നുകൂടെ. ഇറ്റ്, ഇറ്റലി അതല്ല കേട്ടോ. ഇറ്റ്, ഷീ, ഹെർ, ഹിം, അങ്ങനെ 4 വാക്കുകൾ തന്നിട്ടുണ്ട്. അത് നോക്കാം. അന്ന വാസ് പ്ലേയിങ് വിത്ത് ഡാഷ് പേപ്പർ ബോട്ട്. അന്ന വാസ് പ്ലേയിങ് വിത്ത് ഡാഷ് പേപ്പർ ബോട്ട്. എന്താണ് അവിടെ വരിക? അന്ന വാസ് പ്ലേയിങ് വിത്ത് ഡാഷ് പേപ്പർ ബോട്ട്. അന്ന വാസ് പ്ലേയിങ് വിത്ത്. ഹായ്, ആ കണ്ണാടി തന്നെ കാണുന്നല്ലോ. അവിടെ ഒരു കണ്ണാടി ഉണ്ട്. Anna was playing with dash paper boat. Anna was playing with her paper boat. അല്ലേ? അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. Anna and the boy become friends. Dash gave boat. Dash gave boat. അല്ലേ? She gave. അതാണ് എന്താ പറയാ? She. ഞാൻ തന്നെ പറയാം. She gave boat to dash. She gave boat to എന്താ പറയാ? To him. അല്ലേ? She gave boat to him. അല്ലേ? ഇനി അടുത്തത്. They launched dash into the stream. They launched dash into the stream. They launched it into the stream എന്നാണ് അവിടെ എന്ത് വരുന്നത്? ഉത്തരം വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് മലയാളവും ചോദിച്ചു കഴിഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ഇംഗ്ലീഷും ചോദിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് പരിസര പഠനം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം, നിങ്ങൾക്ക് സമാധാനം ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം. അപ്പൊ ലേശം പരിസര പഠനം കൂടെ നമ്മൾ ചോദിക്കാൻ പോവാണ്. ഭൂമിയിലെ എല്ലാ ഊർജത്തിന്റെയും ഉറവിടം. ഭൂമിയിലെ എല്ലാ ഊർജത്തിന്റെയും ഉറവിടം ഏതാണ്? ഭൂമിയിലെ എല്ലാ ഊർജത്തിന്റെയും ഉറവിടം. ഓപ്ഷൻ എ വായു, ഓപ്ഷൻ ബി ജലു അല്ല കേട്ടോ, ജലം, ഓപ്ഷൻ സി സൂര്യപ്രകാശം, ഓപ്ഷൻ ഡി മണ്ണ്. ഇതിലേതാണ് ഭൂമിയിലെ എല്ലാ ഊർജത്തിന്റെയും ഉറവിടം ഏതാണ്? പറഞ്ഞോളൂ. ഭൂമിയിലെ എല്ലാ ഊർജത്തിന്റെയും ഉറവിടം എന്താണ്? എന്നെ ആരോ വിളിക്കുന്നുണ്ട്.
വേഗം പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. ഭൂമിയിലെ എല്ലാ ഊർജത്തിന്റെയും ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയിലെ എല്ലാ ഊർജത്തിന്റെയും ഉറവിടം എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. എന്താണ്? സൂര്യപ്രകാശം. സൂര്യേട്ടൻ ഇല്ലെങ്കിൽ കഥ കഴിഞ്ഞ്. അടുത്തത് നമ്മൾ പോവാണ് അങ്ങാടിക്കുരുവി ദിനം എന്ന്. അങ്ങാടിക്കുരുവി ദിനം മാർച്ച് 10, മാർച്ച് 20, ഏപ്രിൽ 10, ഏപ്രിൽ 20. മാർച്ച് 10, മാർച്ച് 20, ഏപ്രിൽ 10, ഏപ്രിൽ 20. ഇതിൽ അങ്ങാടിക്കുരുവി ദിനം എന്നാണ്. അങ്ങാടിക്കുരുവി കുരുവി. വേഗം പറഞ്ഞോളൂ. മാർച്ച് 20 അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്ന ഭാഗം എന്തായി മാറുന്നു? വിത്തിൽ നിന്നും ആദ്യം പുറത്തേക്ക് ചാടി വരുന്ന ആ ഒരു ഭാഗം എന്തായി മാറുന്നു? വിത്തിൽ നിന്നും ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം എന്തായി മാറുന്നു? വിത്തിൽ നിന്നും ആദ്യം പുറത്തേക്ക് വരുന്ന ആ ഒരു ഭാഗം എന്തായി മാറുന്നു? പറഞ്ഞോളൂ. എന്താണ് വിത്തിൽ നിന്നും ആദ്യം പുറത്തേക്ക് വരുന്ന ആ ഒരു ഭാഗം എന്തായി മാറുന്നു? പറഞ്ഞോളൂ. എന്തായിട്ടാണ് മാറുന്നത്? വേരായി മാറുന്നു. അടുത്തലേക്ക് നമ്മൾ പോവാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? മണ്ണെണ്ണ തന്നിട്ടുണ്ട്, വെളിച്ചെണ്ണ തന്നിട്ടുണ്ട്, പെട്രോൾ തന്നിട്ടുണ്ട്, പഞ്ചാര തന്നിട്ടുണ്ട്. പഞ്ചാര എന്ന് പറയൂലേ? എന്താ പഞ്ചാര എന്ന് പറഞ്ഞാൽ? പഞ്ചസാര അല്ലെ. മണ്ണെണ്ണ തന്നിട്ടുണ്ട്, വെളിച്ചെണ്ണ തന്നിട്ടുണ്ട്, പെട്രോൾ തന്നിട്ടുണ്ട്, പഞ്ചസാര തന്നിട്ടുണ്ട്. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? വേഗം പറഞ്ഞോളൂ. ഇതിൽ നമുക്ക് എഴുതി കൊടുക്കാം. ഏത് പൊട്ടൻ ചോദിച്ചാൽ എങ്ങനെയാണോ, ഏതാളോട് ചോദിച്ചാൽ മനസ്സിലാവും പഞ്ചസാരയാന്നുള്ളത്. അടുത്തലേക്ക് നമ്മൾ പോവാണ്. മാർഗംകളിപ്പാട്ടിൽ ആരുടെ ചരിത്രമാണുള്ളത്? മാർഗംകളിയിലെ അങ്ങനെയാ കളിക്കാൻ. എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ കളിക്കാന്നുള്ളത്. മാർഗംകളി ഞാൻ കണ്ടോക്കട്ടെ എങ്ങനെ കളിക്കാന്ന്. ഞാൻ മാർഗംകളി കണ്ടിട്ടുണ്ട്. അത് മറന്നുപോയതാണ്. എല്ലാം കൂടെ മിക്സ് ആയി പോവാണ് മാർഗംകളി. ഏതാ ഇങ്ങനെയാണ്. അങ്ങനെയാണല്ലോ കളിക്കുക. അത് വേറെന്തോ അല്ലേ? എങ്ങനെ അതായിരിക്കും. വേണ്ട, മാർഗംകളി വെച്ചാൽ ആകെ പ്രശ്നമാവും. ഫുള്ള് സീനാവും. നമ്മുടെ മാർഗംകളി വിട്ട് മാർഗംകളിപ്പാട്ടിൽ ആരുടെ ചരിത്രമാണുള്ളത്? വേഗം പറഞ്ഞോളൂ. മാർത്തോമാ ശീഹ അല്ലെ? ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് പറയാൻ സമയം തന്നില്ല. അടുത്തേക്ക് നമ്മൾ പോവാണ്. മാതൃക പോലെ പൂരിപ്പിക്കുക. ചമ്പാരൻ ബീഹാർ, അമൃത്സർ പഞ്ചാബ്, സബർമതി ഗുജറാത്ത്, ചൗരി ചൗര എവിടെ? വേഗം പറഞ്ഞോളൂ. കമന്റ് ബോക്സ് ഫ്രീ ആയിട്ട് കിടക്കാണ്. വേഗം പറഞ്ഞോളൂ. ഇപ്പൊ നിർത്തും. നമ്മൾ 30 മിനിറ്റ് ആയി നമ്മൾ നിർത്തും എന്നുള്ള കാര്യം ഉറപ്പാ. 26 മിനിറ്റ് ആയിട്ടുണ്ട്. വേഗം പറഞ്ഞു. ചൗരി എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നേരെ ലാസ്റ്റ് ചോദ്യമാണോ ഇത്? നോക്കട്ടെ. അല്ല, ഒറ്റ ചോദ്യമുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ആരായിരുന്നു എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ? ആരായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ യോജിച്ച വർഷം ചേർത്ത് നടന്ന ക്രമത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഞാൻ നിങ്ങൾ ഉത്തരം പറയേണ്ട. അറിയെങ്കിൽ പറഞ്ഞോളൂ. ഒന്നാം സ്വാതന്ത്ര്യ സമരം വരുന്നത് 1857. രണ്ടാമത്തത് കേദാ സമരമാണ് 1918. മൂന്നാമത്തത് നിസ്സഹകരണ സമരമാണ് 1920. ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത് 1922. ഉപ്പ് സത്യാഗ്രഹം 1930. ക്വിറ്റ് ഇന്ത്യ സമരം 1942. പേടിക്കൊന്നും വേണ്ട. ഈ സാധനം എന്ത് ചെയ്യും? നമ്മൾ മറ്റേതിനകത്തേക്ക് അയക്കും. ഇതിനകത്തേക്ക് അയക്കും. നമ്മൾ അയച്ചിരിക്കും. നമ്മൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എന്തായാലും അയച്ചിരിക്കും. അതിലാണ് നമ്മുടെ നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ജോയിൻ ചെയ്യണം. വെറുതെ കുത്തിരുന്നാൽ പോരാ. വെറുതെ ഇങ്ങനെ പറഞ്ഞു നിന്നാൽ പോരാ. അതിൽ കയറി ജോയിൻ ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഉള്ളവരൊക്കെ നമ്മുടെ ലിങ്കിൽ കയറി ഫോളോ ചെയ്തോളൂ. അതിലും കാര്യങ്ങളൊക്കെ വരും. കാര്യങ്ങളൊന്നും അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ കാര്യങ്ങളൊക്കെ. ഓക്കെ, റെഡി? അപ്പൊ നമുക്കൊരു കമ്മ്യൂണിറ്റി ആയി, നമുക്കൊരു ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോകാം. റെഡിയാണോ? സെറ്റാണോ? ഓക്കെ, റെഡി. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്. LSS എന്ന് പറയുന്നത് അങ്ങനത്തെ കടിച്ചാ പൊട്ടാത്ത ഒരു വാക്കല്ല. അതുകൊണ്ട് തന്നെ എന്റെ പേര് LSS. എന്തൊരു കൂളായിട്ട് പറയാം. LSS എന്തൊരു കൂളായി. ആ വാക്കിന് തന്നെ ഒരു സ്ലോ ആണ്. വാക്കിന് ഒരു
എന്താ പറയുക, എന്തൊരു വാക്ക്, എന്തൊരു മണിമുത്ത് വാക്കിലെ LSS. അത് കടിച്ചാൽ പൊട്ടാത്ത വാക്കൊന്നല്ല, അതേപോലെ കടിച്ചാൽ പൊട്ടാത്ത ഒരു സാധനം ഒന്നല്ല. എന്ത് കടിച്ചാൽ പൊട്ടിയൊന്നല്ല, കടിച്ചാൽ പൊട്ടാത്തി പഠിച്ച് അങ്ങനെ എന്തോ ആണല്ലോ പറയില്ല. പോട്ടെ, അത് കൈവന്ന് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല, വിട്ടുപോയി. അപ്പൊ LSS എന്ന് പറയുന്നത് അങ്ങനത്തെ വലിയൊരു ടഫുള്ള സംഭവം ഒന്നല്ല. അത് നമ്മൾ നേടിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനെപ്പറ്റി ഞാൻ കുറെ മുമ്പ് പ്രസംഗിച്ചിരുന്നു, ഒരു 3-4 മിനിറ്റിലൊക്കെ ഞാൻ കുറെ പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗമൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടെ നല്ലോണം കേൾക്കുക. ആ പ്രസംഗത്തിൽ കൂടെ ഒക്കെ മനസ്സിലാവും LSS നമുക്ക് നേടാമെന്നുള്ളത് മനസ്സിലാവും. അതിറ്റാ വലിയ സംഭവം അല്ലേ. ഇതൊക്കെ ഇങ്ങനെ എത്ര പരീക്ഷ വരാൻ നിൽക്കുന്നുണ്ട്, നമ്മൾ നേടും. പണിയെടുത്താൽ നമുക്ക് നേടാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാ കഴിഞ്ഞില്ല കേട്ടോ. പണിയെടുത്താൽ നമുക്ക് നേടാൻ പറ്റും. നേടും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. എടാ നമ്മൾ ഉണ്ടല്ലോടാ മക്കളെ, നമ്മൾ ഇതിന് വേണ്ടി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ബൈ ചാൻസ് നമ്മൾ അങ്ങോട്ട് തോറ്റുപോയി എന്ന് വിചാരിച്ചോ, വിഷമം വേണ്ടടോ. പണിയെടുത്തിട്ടാ തോറ്റുപോയത്, അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ടാ തോറ്റുപോയത്. പണിയെടുത്തിട്ട് പോരാടി തോക്കുക എന്ന് പറഞ്ഞിട്ടേ, പോരാടിയാ തോറ്റത്. ഒരു പ്രശ്നവുമില്ല. തോൽക്കും നല്ലട്ടോ പറയുന്നത്. ഒരൊറ്റ ഒരുത്തനും തോക്കൂല, ഒരുത്തിയും തോക്കൂല. അത് ഉറപ്പുള്ള കാര്യമാണ്. ഒരാളും തോക്കൂല. അത് വേറെ തന്നെ. ഫുൾ മാർക്കിന് വേണ്ടി നമ്മൾ പഠിക്കുന്നത്, ഫുൾ മാർക്ക്. അതാണ്. ഫുൾ മാർക്ക് നമ്മൾ നേടിയിരിക്കും. LSS ഈസ് അവർ ഡ്രീം, LSS ഈസ് മൈ ഡ്രീം എന്ന് നിങ്ങൾ പറയാം. LSS ഈസ് അവർ ഡ്രീം നമ്മൾ എല്ലാവരും കൂടെ പറയാം. ആ ഒരു സംഭവം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക. ചുമരുമലാണ് അവിടെ ഒട്ടിച്ചു വെക്കുങ്ങൾ, വേറെ ഏതെങ്കിലും സ്ഥലത്താണ് അവിടെ ഒട്ടിച്ചു വെക്ക്. ഒരു ചെറിയൊരു പേപ്പർ അല്ലേ, നമുക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ, അങ്ങ് ഒട്ടിച്ചു വെക്കുങ്ങൾ. ഇപ്പൊ തന്നെ ചെയ്യ്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ഒക്കെ നല്ലതാണടാ, നല്ലതാണ്. രാവിലെ എണീറ്റ് വായിക്ക്, രാത്രി കുറച്ച് സമയം വരെ ഇരുന്ന് വായിക്ക്. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി വെക്ക്. 24 ദിവസമാണ്, 24 ദിവസം പണിയെടുക്കടാ. അമ്മക്കത് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാനതും കൂടെ സൈഡായിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് റെഡിയാക്കട്ടെ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് 30 മിനിറ്റ് ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്നു ഞാൻ. ഇനി അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ മെല്ലെ പറഞ്ഞാലോ മക്കളെ, എന്തൊക്കെയാണ്? സുഖമാണോ? ഷമീൽ സാർ വന്നിട്ടുണ്ട്. ടെക്നിയാവൾഡ് ഡിജിറ്റൽ കുക്കുനിയല്ല ടെക്നിയാവൾഡ് ഡിജിറ്റൽ. അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ, സീ യു, ലവ് യു.